ഇത് ഞാൻ മാത്രമല്ല, മറ്റു ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ജയിലിലടയ്ക്കപ്പെട്ട തടവുകാര് പല രീതിയിൽ പ്രതികരിക്കാറില്ലേ? ചിലര് ജയിലിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്, ചിലർ നിരാഹാരം കിടക്കുന്നുണ്ട്, ചിലര് മറ്റു പ്രതികളെ ആക്രമിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ്. പക്ഷേ ജീവൻ സ്വയം സംസാരിച്ചതും അയാൾ പോലീസുകാരെ തടവുകാരായി കണ്ടതും മറ്റും മാനസിക നില തെറ്റിയതുകൊണ്ടാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? അയാൾ മാനസിക നില തെറ്റിയവനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ജയിലിലെ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. നോ, നിങ്ങൾ ബോധപൂർവം അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുക. കോടതി മുറിയിൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർത്ത് അയാളുടെ പേരിലുള്ള കുറ്റമില്ലാതാക്കി തീർക്കുന്നത് ഒരു ജയിൽ സൂപ്രണ്ടായ നിങ്ങൾക്ക് ചേർന്നതാണോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. ജയിൽ സൂപ്രണ്ട് ഇവിടെ പറഞ്ഞത് അദ്ദേഹം കണ്ട കാര്യങ്ങളാണ്. അത് വച്ച് ജീവൻ ഒരു മാനസിക രോഗിയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നും പറഞ്ഞു. ഇക്കാലം അത്രയും തന്റെ സേവനങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജയിൽ സൂപ്രണ്ടിനെ ഒറ്റ നിമിഷം കൊണ്ട് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹം വഹിക്കുന്ന പദവിക്കും നാണക്കേടാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ അതിൽ നിന്നും വിലക്കണം. സാക്ഷി അദ്ദേഹം കണ്ടത് പറഞ്ഞു. ജയിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ കോടതി ബഹുമാനിക്കുന്നു. യുവർ ഓണർ, PP അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജീവന്റെ മാനസിക നില നേരായ രീതിയിലല്ലായിരുന്നു എന്ന് ഇതുവരെ കിട്ടിയ എല്ലാ മൊഴികളിൽ നിന്നും വ്യക്തമാണ്. അതായത് ഒരു കൊലപാതകം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ജീവൻ കൊലപാതകം നടന്ന കാലയളവിൽ ഒരു രോഗിയാണ്. ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഒരു മാനസിക രോഗി.